ക്യാപ്റ്റൻ. യെസ് ക്യാപ്റ്റൻ, യെസ്. എവിടെയാണ് നിങ്ങൾ? കാണുന്നില്ല നിങ്ങളെ. ഞാൻ ഇവിടെ ഉണ്ട്. പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ക്യാപ്റ്റൻ. യെസ്, ഞാൻ കേബിനിലുണ്ട്. ക്യാപ്റ്റൻ കേബിനിലുണ്ട്. വരൂ. ആ ആ, കണ്ടു കണ്ടു. ഹായ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ, ഹായ്. വണക്കം വണക്കം ക്യാപ്റ്റൻ. ഓക്കെ ഓക്കെ. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇരിക്കിരിക്കി. എന്താണ്, പറയൂ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഏത് വേണം? ബാഡ് ന്യൂസ് എന്താ? ബാഡ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മളെ കപ്പലിലെ പെട്രോൾ തീർന്നു. ഓനോ? ആ, ഗുഡ് ന്യൂസ് നമ്മളിലാണെങ്കിൽ ഗുഡ് ന്യൂസ്. റിസർവും ഇല്ല. ഗുഡ് ന്യൂസാ. ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മളൊരു ഐലൻഡിന്റെ അടുത്താണ് ഇപ്പൊ സ്പോൺ ആയിട്ടുള്ളത്. ഓ, അത് നല്ല കാര്യമായി. നല്ല കാര്യമാണോ എന്നുള്ളത് അവിടെ പോയി നോക്കിയാലേ അറിയൂ. അവിടുത്തെ മനുഷ്യന്മാർ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അവിടെ ആ എന്തെങ്കിലും ബിൽഡെല്ലാം മിക്കവാറും കാണുന്നുണ്ട്. മറ്റേ ഈ മറ്റേ ആൾക്കാരെ കാണാത്ത ട്രൈബ്, നരഭോജികളായിരിക്കും. അത് തന്നെ, ട്രൈബ് തന്നെ ആയിരിക്കും. ആ, നോക്കാം. നമ്മളെ കണ്ട അവര് തിന്നോ അല്ല നമ്മള് ഫുഡാവോ നമ്മളെ ഫുഡാക്കോന്നൊന്നും അറിയില്ല. എന്നാലും എല്ലാം എടുത്ത് വെച്ചേക്ക്. ഫുഡ് കാര്യങ്ങളൊക്കെ ഇല്ല. നമുക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ പോയാലോ എന്തായാലും. അതെ അതെ, പോവാം പോവാം. അതിന് മുമ്പേ നിങ്ങളൊന്ന് വന്ന് നമ്മളെ എഞ്ചിൻ റൂം ഒന്ന് നോക്കണം. ഓക്കെ. പോവാ. അതെ അതെ. എഞ്ചിൻ റൂം എവിടെയാ? എഞ്ചിൻ ഞാൻ മറന്നു. ഞാൻ കിടന്ന് എഞ്ചിൻ റൂം കുറച്ച് എവിടെയാണ്? ഉറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന ക്യാപ്റ്റൻ, നിങ്ങളാണ് ഇതിന്റെ കാര്യമൊക്കെ നോക്കേണ്ടത്. അതെ, ഞാൻ സ്വപ്ന ലോകത്തായിരുന്നു. സത്യലോകത്താണ്. ക്യാപ്റ്റൻ വാ, മുകളിലേക്ക് വാ. മുകളിലാന്ന് തോന്നുന്നു. ആ, നിങ്ങൾ ഓക്കെ ഓക്കെ, പുറത്തെത്തിയോ? ഞാൻ പുറത്തെത്തി. കോപ്പ് ക്യാപ്റ്റൻ. നൈസ് നൈസ്. ആ, നല്ല സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ റാഫ്റ്റ് എടുത്തിട്ട് നമുക്ക് പോവാലോ അങ്ങോട്ട്. അതെ, പോവാം. കണ്ടാ, റാഫ്റ്റ് ഞാൻ എവിടെയാ? പറഞ്ഞില്ലേ എഞ്ചിന് പുകയൊന്നും വരുന്നില്ല. നോക്ക്, മുകളിലേക്ക് നോക്ക്. ഒന്നും പുകയൊന്നും വർക്കാവുന്നില്ല. വരുന്നില്ല. എല്ലാം അടിച്ചു പോയെന്ന് തോന്നുന്നു കപ്പലില്. ആ, അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. നോക്ക്, ഒരു വലിയ ഹാർബറിലുണ്ട് എന്തായാലും. ഹാർബർ ഉണ്ട്. ക്രെയിൻ കാണുന്നുണ്ട്. എന്ത് ചെയ്യും? നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലാ? അതെ, അവിടെ സോംബീസ് എല്ലാം കാണുമായിരിക്കോ ക്യാപ്റ്റൻ? കാണുമായിരിക്കും. സോമേഴ്സിനെ കണ്ടാൽ നമുക്ക് വാ, വാ, വാ. എടുക്കാം. എന്തായാലും പോയി നോക്കാം നമുക്ക്. അയ്യോ, അതെ. കത്തിയും കടാരൊക്കെ അങ്ങ് മാറ്റി വെക്കാൻ തോന്നുന്നു. അയ്യോ, ഓ, നല്ല നമ്മളെ ലാൻഡിങ്. കപ്പൽ, ഇത്രയും വലിയ കപ്പലിൽ ഒരു 100 രൂപയുടെ പെട്രോൾ ഇല്ലാന്ന് പറയുമ്പോ കഷ്ടമാണ് കേട്ടോ. നമ്മൾ പൈലറ്റ് ആയിട്ട് പോലും. ഷേ. ആ, ഇനി പൈലറ്റ് എന്നൊന്നും പറയല്ല. അവന്മാര് പിടിച്ച് കുത്തും അവിടെ ആരെങ്കിലും അതെ ഉണ്ടെങ്കിൽ. അതെ ഇത് വലിയ ഐലൻഡ് ആണ്. അതെ. സസ്പീഷ്യസ് ആയിട്ടൊന്നും നമുക്കത് തോന്നുന്നില്ല. അവിടെ പോയി, കേറിയാലോ? അവിടെ പോയി ലാൻഡ് ചെയ്യാം. അങ്ങോട്ട് റഫ്റ്റ് അടുപ്പിക്കൂ. അടുപ്പിക്കാൻ തോന്നുന്നു. കേറിക്കോ കേറിക്കോ. ഓ മാൻ, ഊഫ്. മറ്റേ ഇത് മൊത്തം റിസോഴ്സസ് ആണ് ഇവിടെ. അയ്യോ, ഏയ്, എന്നും പെട്ടിയൊക്കെ ഇല്ലല്ലോ ഇവിടെ. കാലിയാണ്. പെട്ടി കാലിയാണ്. പക്ഷെ പുറത്ത് നോക്ക്, ഇതൊക്കെ ഇതാ മരങ്ങള്. മരങ്ങള്. വ്യത്യസ്ത തരം മരങ്ങൾ, വ്യത്യസ്ത തരം ഓറുകൾ, കണ്ടെയ്നറുകൾ. ഇതെല്ലാം കണ്ടെയ്നറിനോട് പോയാ അതിന് നമുക്ക്. സ്വർണ്ണം വല്ലതും കാണുമായിരിക്കുമോ? അത് തുറന്നു നോക്കേണ്ടി വരും. താക്കോലില്ലാതെ എങ്ങനെ തുറക്കും നമ്മൾ? അതെ. എന്നാലും അങ്ങോട്ട് പോയി നോക്കാം. ക്യാപ്റ്റൻ, നമുക്ക് കോൾ അടിച്ചു. യെസ് ഏ. ഇവിടെ ആരെങ്കിലും കാണുമോ? കുറച്ച് ശബ്ദം നമുക്ക് അങ്ങോട്ട് കുറച്ച് പതുക്കെ സംസാരിക്കാൻ പതുക്കെ തോന്നുന്നു. സംസാരിക്കാം. ആർമർ ഊരി വെച്ചാലോ നമുക്ക്? അത് ഓർമ്മ പുതിയ വെക്കാം. അല്ലെങ്കിൽ നമ്മൾ പൈലറ്റാണ്, പെട്ടെന്ന് അറിയും. ഓക്കെ. ഓ, നിങ്ങളെ മൊട്ടത്തലയായിരുന്നല്ലേ ഞാൻ ഇപ്പൊ കാണുന്നത്. ഏയ്, മോട്ടത്തലയോ? ആ, മൊട്ടത്തലയാണ് നിങ്ങൾക്ക്. ഷേ. ക്യാപ്റ്റൻ, ഇത് നോക്ക്. ഇതെന്തത്? ഹോട്ടലോ? ഹോട്ടൽ? ഹോട്ടലല്ലടാ, അതെന്തോ സിറ്റിയിലെ ഫ്ലാറ്റ് എന്തുവാ. ഫ്ലാറ്റോ? ഒരു കടനെ വാളും ഷീൽഡും എടുത്തേക്കല്ലേ. ഓക്കെ, ഈ മീനെ മാത്രം കയ്യിൽ വെച്ചാൽ മതി. നമ്മള് മീൻ പിടിത്തക്കാരാണ്. ഓക്കെ. അതെ. ആ, ഇവിടെ വന്ന് പെട്ടുപോയതാണ്. ഉം. ആ ഷിപ്പ് എന്താണെന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ ഷിപ്പ് അല്ല അത്. ഓക്കെ. ഓക്കെ ഓക്കെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ആ, ഇവിടെ നിൽക്കാം. സാർ, ഞാൻ അവിടെ ഒരു ഹാർബർ പണിയാൻ വേണ്ടി ഈ ലോണ് മേടിച്ചേ. ആ, അതൊന്ന് കാണിച്ചു തരാം, വാ സാറേ. ഓക്കെ ഓക്കെ. ആരോ വരുന്നുണ്ട്, ആരോ ആര് വരുന്നുണ്ട്. വരുന്നുണ്ട്, ആര് വരുന്നുണ്ട്? അതെവിടെ നിന്ന് ഒരു ശബ്ദം? അതെവിടെ നിന്ന് ഒരു ശബ്ദം? ഒരു അശരീരി അല്ലേ? അതെ അതെ അതെ, എവിടെന്നോ എവിടെന്നോ. ഏ, ഏ, അതാരാ? ഏ, അതാരാ? ഏ, 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 ആരാ? ഏയ്, 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 ഏയ്. ആരാ? ഹേയ്. തല്ലരുത്, 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 please, തല്ലരുത്. please, തല്ലരുത്, തല്ലരുത്. ആരാ? ആരാ ആരാ ആരാ? നിങ്ങളാരാ? ഇവിടെന്ന് കണ്ടിട്ടില്ലല്ലോ. ഞങ്ങള് മീൻപിടുത്തക്കാരാ. ഇല്ല ഇല്ല, ഞങ്ങള് മീൻ പിടുത്തക്കാരാണ്. അതിനെന്താ ഇവിടെ ഇവിടെ ഓക്കെ. കാര്യം? മെയിൻ ഇവിടെ കാര്യം എന്താ? ഞങ്ങളുടെ കപ്പലല്ല, ബോട്ടിലെ എണ്ണ തീർന്നുപോയി.
എന്തൊക്കെയോ ഒരു ഇതില്ലേ സസ്പീഷ്യസ്. അതെ. എന്റെ മുഖത്തോട്ട് നോക്ക്, ഒരു സസ്പെഷ്യലും ഇല്ല. നോക്ക് നോക്ക്, എന്റെ മുഖത്തോട്ട് നോക്ക്, കണ്ടില്ലേ? മുഖത്തേക്കൊന്ന് നോക്ക് നിങ്ങള്. ഓ ഇതന്നെ ഇത് മോഹാണോ മാറോ? തല്ലരുത് പ്ലീസ് പ്ലീസ് പ്ലീസ്. അടിക്കരുത് പ്ലീസ്. അടിക്കരുത് ഞങ്ങള് ഒരു അടിക്കരുത്. പരമ്പര പോവാണ്. പിന്നെ നിങ്ങൾക്ക് ഇതാ പരിചയപ്പെടാം. ഫുഡ്, എത്ര ഫുഡ് വേണമെങ്കിൽ ഞങ്ങൾ തരാം. ഞങ്ങൾ മീൻ പിടുത്തക്കാരാണ്. നിങ്ങള് താമസിക്കാനാണോ വന്നേ? ഞങ്ങളെ ബോട്ടിൽ എണ്ണ തീർന്നു. അപ്പൊ ഇവിടെ ഐലൻഡ് കണ്ടപ്പോ ഞങ്ങൾ കേറി. ഞങ്ങള് എണ്ണ കിട്ടാൻ വേണ്ടി ഇറങ്ങിയതാ ഒന്ന്. സത്യം പറട്ടെ, ഇവിടെ പെട്രോൾ പമ്പ് ഇല്ല കേട്ടോ. പെട്രോൾ പമ്പ് ഇല്ലല്ലോ പൊപ്പി, പെട്രോൾ പമ്പ് ഇല്ല. എന്ത് ചെയ്യും? ഹലോ, നിങ്ങൾ എവിടെ പോയി? ഇപ്പൊ കുറച്ച് ദിവസം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അത് ഒപ്പിക്കാൻ അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ അല്ല ഈ മൊട്ടത്തലേൻ ഏതാണ്? അല്ല സോറി, ബോസ് ഗെയിമർ ആരാണ്? അത് ഇവിടത്തെ ബാങ്കിലെ മാനേജറാ. സോറി സാർ ഞങ്ങൾ കണ്ടായിരുന്നു. വേണമെങ്കിൽ ഓ, കോട്ടൺ സൂട്ടൊക്കെ ഉണ്ടല്ലോ, നല്ല റിച്ച് ആണല്ലേ? ഭയമുണ്ടാ? അത് ഞാൻ ലോങ് കൊടുത്താണ് മേടിക്കണ്ടത്. മാനേജറിനെയും പൊപ്പിനെയും കാണാൻ ഒരു വർഷത്തിന് സഹോദരന്മാരെ പോലെ ഉണ്ടല്ലേ? ചെറുതായി മോഹൻ കണ്ടോ? നോക്കിയേ മോഹൻ. അതെ. അപ്പൊ നമുക്ക് ഇവിടെ നിക്കാം അല്ലേ പൊപ്പി? അതെ നിക്കാം. ഈ ഹാർബർ മൊത്തം എനിക്കതാ പേടിക്കണ്ടേ? ഓക്കെ ഞങ്ങൾ വരുമ്പോ കണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെയാ നമ്മുടെ ബോട്ട് ലാൻഡ് ആക്കി. ആ ബോട്ടിൽ നിന്ന് കാണിക്കോ? കാണിക്കാം അല്ലേ പൊപ്പി? അതെ കാണിക്കാം. ഞങ്ങള് വരുമ്പോ ഒരു വലിയ ബോട്ടാണ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടേതല്ല കേട്ടോ. അതെ ഒരു വലിയൊരു ഷിപ്പ്, വലിയ ഷിപ്പ്. ഇതെന്താ? അതാരുടെ ഷിപ്പ്? അത് നിങ്ങളുടെ ഷിപ്പാണ്. അത് നല്ല ഷിപ്പ് കേട്ടോ. ഇതെന്റെ ഒന്നല്ലേ. നിങ്ങളല്ലേ? ഇതേതാ കാണാൻ പോലും പറ്റുന്നില്ല. ഇത് വലിയ ഷിപ്പ് നിങ്ങളതല്ലേ? അല്ല ഞങ്ങള് വന്ന ഷിപ്പ്. ഞങ്ങള് വന്നത് അവിടെ പാർക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഇങ്ങോട്ട്. ഞങ്ങളെ ഷിപ്പ് ഇവിടെ താഴെ നോക്ക്. ചെറുതാ. ഇതിലാണോ നിങ്ങള് ഇത്ര നാളെ വന്നത്? അതെ, ഞങ്ങള് രണ്ടുപേരും ഇതിലാണ് തുറഞ്ഞു വന്നത് ഇങ്ങോട്ട്. ഇത്രയും ദൂരം വന്ന ഇതിലാണോ? ഞങ്ങളെ ബോട്ട് കൊണ്ടുപോയത് പ്ലീസ്. ഇത് മുന്നോട്ട് പോകുന്നില്ല. ഞങ്ങൾ ആഗ്രഹിച്ച് മേടിച്ച ബോട്ടാ. ഗ്രൂപ്പി ബ്രോ, ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ? ഞങ്ങൾ കുറച്ച് ദിവസം പ്ലീസ് അടിക്കരുത്. നോ വയലൻസ്. ബോസ് മാനേജർ സാർ, ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ നമുക്ക്? അല്ല, എനിക്ക് ബാങ്ക് പൈരറ്റായി നമ്മളോട് അല്ല, ഞങ്ങളുടെ നാട്ടിൽ അത് തന്നെയായിരുന്നു പണി. നമുക്ക് ക്ലീനിങ് ആയിരുന്നു പണി. ക്ലീൻ ആയിരുന്നു ഫുള്ള്. കക്കൂസ് കൊടുക്കും, എല്ലാം നടക്കും. പിന്നെ ലോൺ എടുത്തിട്ട് ഞങ്ങൾ എങ്ങനെ തിരിച്ചടക്കും? ഞങ്ങൾക്ക് ജോലി വേണ്ടേ, അതൊന്നും തിരിച്ചടക്കാൻ പറ്റുള്ളൂ. ലോൺ അപേക്ഷിക്കുവാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ കിട്ടുന്നതാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ പോർട്ടലിൽ കുറച്ച് പണി തരാം. നല്ലത്, സന്തോഷം അല്ലേ? പിന്നെ ഞാൻ തന്നെ അവിടെ ഒരു മൈനിങ് ഏരിയയില കുറച്ച് വർക്കൊക്കെ ചെയ്യുന്നത്. അതാ TNT ഒക്കെ. ബോസ് ഗെയിം ലോണിന്റെ കാര്യം പറഞ്ഞല്ലോ, അതെന്താ? അല്ല, ലോണിന്റെ കാര്യം പറഞ്ഞു. ലോണിന്റെ കാര്യം ഒരു അപേക്ഷിച്ച ഒരു വർഷത്തിനുള്ളിൽ തരുമെന്ന് ഞാൻ പറഞ്ഞു. ഒരു വർഷം? ഞങ്ങൾ ഇവിടെ 2-3 ദിവസമല്ലേ കാണുള്ളൂ. അതെ. അല്ല, നമുക്ക് വേണമെങ്കിൽ നിക്കാം. അല്ല മാനേജർ സാർ, ഈ ലോൺ എടുത്ത് തിരിച്ചടക്കണ്ടേ? അല്ല വേണ്ട, നമ്മൾ തമാശക്കാരൻ പരിതപ്രിയ. ഞങ്ങൾ ഇൻട്രസ്റ്റ് കൂട്ടി നിങ്ങൾക്ക് പലിശ അടിച്ചു തന്നേക്കാം. ഈ ഐലൻഡ് ഫുള്ള് നിങ്ങളുടെ രണ്ടുപേരുടെ ആണോ? അല്ല ഇനിയും ഉണ്ടോ ആൾക്കാർ? ഒരു ഫക്കിഡ്സ് എന്ന് പറഞ്ഞ ഒരുത്തരും കൂടെ. ഗ്രൂപ്പി സാർ, നമുക്ക് ഈ ഐലൻഡിൽ ഒന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. ഒന്ന് അതിന് മുമ്പ് ഞാൻ എന്റെ വീട്ടിലേക്ക് ഉണ്ടാവാ നിങ്ങളെ. ആഹാരമൊക്കെ തരാം. നമ്മള് ജസ്റ്റ് ആണ് കുട്ടി. ലെറ്റ്സ് ഗോ. ചായ ഒക്കെ കിട്ടുമ്പോ ലോൺ വേണോ?
വേണ്ട സാർ വേണ്ട സാർ. വേണ്ട സാർ, വേണ്ട സാർ. ഇയാൾ ആരാ ലോൺ എടുപ്പിക്കാൻ നടക്കുന്നത്? ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇതിന്റെ രണ്ടാമത്തെ നില ഞാൻ മേടിച്ചു തരാം. പക്ഷേ ഓ ഈ മാസത്തെ റെന്റ് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. അടുത്ത മാസം കൂടി നിങ്ങൾ കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പൈസ ആക്കാൻ എന്തെങ്കിലും ഒരു പണി ഇവിടെ ഒപ്പിച്ചു തരാവോ? പണി ഞാൻ പറഞ്ഞില്ല, എന്റെ പോർട്ടിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അവർക്ക് എടുക്കാം. ആ ഓക്കെ, അത് ഓക്കെ അല്ലേ പൊപ്പി ബ്രോ? അതെ അതെ ഓക്കെയാണ് നാസി ബ്രോ. അപ്പൊ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകണം. അപ്പോയിന്റ്മെന്റ് നിങ്ങളാണ് ഇവിടെ മൊത്തം അപ്പോയിന്റ്മെന്റ് ഒക്കെ നോക്കുന്നത്? സാർ ഈ മാസത്തെ റെന്റ് ഒരു ഒന്നുമില്ല, അങ്ങോട്ട് ഒരു ഡയമണ്ട് ഒക്കെ തന്നിട്ടുണ്ട്, ഒരു എമൗണ്ട്. അതുപോലെ മഴക്കോ ഇവർക്ക് രണ്ടാക്കും കല്യാണം. അത് ഞാൻ അടുത്ത ആഴ്ച തരാം. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു രണ്ടാമത്തെ ഫ്ലോർ എടുക്കാം. ക്യാപ്റ്റൻ നമുക്ക് എണ്ണ അടിക്കണേ പൊപ്പി ബ്രോ? യെസ് യെസ്. അല്ല പൊപ്പി ബ്രോ, നമുക്ക് ഈ പെട്രോൾ അടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നമ്മളെ വണ്ടിക്ക്? അത് നമ്മള് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഓ, ഒരു കണ്ടെയ്നറിൽ എത്തിച്ചു തരാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ ഓക്കെ, അത് നോക്കാം. നമ്മ കണ്ടെയ്നർ നിങ്ങൾക്ക് രണ്ടാമത്തെ ഫ്ലോറില നിങ്ങളെ വീട്. രണ്ടാമത്തെ ഫ്ലോറിലാ? ഓക്കെ, ഏതാ ഇതാണ്? ഇതല്ല, അതൊന്നാമത്തെ. ഇതാ നിങ്ങളെ വീട്. ഇങ്ങോട്ട് എന്റെ വീട്. പൊപ്പി ബ്രോ, യെസ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഇവിടെ മൊത്തം സാധനങ്ങളാണ്. നമ്മുടെ കപ്പല് നിറച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി. നമ്മൾ കപ്പലിന് വേണ്ടി അടിയിട്ട് ഡെക്കില്ലേ, അത് ഫുള്ള് നമുക്ക് ആ ബാങ്കിൽ നിന്ന് അയാളെ തട്ടിയിട്ടോ അങ്ങനെ പറ്റിച്ചിട്ടോ പോവാം. അവന് എന്നെ കുറച്ച് വിശ്വാസമുണ്ട്. അത് ശരിയാ, നിങ്ങളെ രണ്ടുപേരും കാണാൻ ഒരേപോലെ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ? ആ എന്ത് ചെയ്യാൻ ക്യാപ്റ്റൻ ബ്രോ, നമ്മൾ രണ്ടാളെ കൊണ്ട് ഇപ്പം നടക്കൂല. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ ബാക്കി പൈരേസിനെ ഇറക്കണം ഇങ്ങോട്ട്. അതെ, പക്ഷെ നമ്മൾ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം അവരെ? എങ്ങനെ വിളിക്കുവരെ? ഇവിടെ തന്നെ ടെക്നോളജി ഭയങ്കര കൂടി ടെക്നോളജി. ആദ്യം നമുക്ക് ഈ ടെക്നോളജി അങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കണം എങ്ങനെയെങ്കിലും. എന്നിട്ട് ഇത് ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. അതെ, ഫസ്റ്റ് നമുക്ക് ഇവരെ ട്രസ്റ്റ് എടുക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. നമുക്ക് പോയാലോ? താഴെ പോയാലോ? താഴെ പോകാം. പൊപ്പി ബ്രോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പത്രത്തിൽ എന്താ? ഒന്നുമില്ലേ? ഹായ്, ഗുഡ് മോർണിംഗ്. ഇല്ലല്ലോ, ഞാൻ പത്രമൊക്കെ അയച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇരിക്കൂ ബ്രോ, ഇരിക്കൂ. ഹായ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ സിറ്റിയിലെ കുറച്ച് ഭാഗം കൂടെ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു. വന്നോ എന്റെ കൂടെ. വാടോ, ഒന്ന് അനങ്ങി വാടോ. ഓക്കെ, വരൂ. ഇതാരാ? മാനേജർ. ഓക്കെ നടക്കട്ടെ. ലോണ് ലോണോ ഇപ്പൊ വേണ്ട. അയ്യോ സോറി സാർ. വാടോ. ഓക്കെ. നിങ്ങള് മൈനിങ് ഏരിയ കണ്ടോ? ഇല്ല, ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. പോലീസ് സ്റ്റേഷൻ മാത്രല്ലേ കണ്ടല്ലോ? പോലീസ് സ്റ്റേഷനില് നിങ്ങളപ്പോ നേരത്തെ ഇന്നലെ പോലീസ് സ്റ്റേഷൻ കണ്ടല്ലോ? കണ്ടു. പോലീസ്. അപ്പൊ ഇനി ഈ ഭാഗത്തോട്ട് കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ ഇതാണോ മൈനിങ് ഏരിയ? അതെ. എനിക്ക് എക്സ്കവേറ്റർ ഒക്കെ ഓടിക്കാൻ അറിയാം കേട്ടോ. അപ്പൊ ജോലി തരാം, പേടിക്കണ്ടേ. പിന്നെ ഞാൻ ഭയങ്കര മൈനറാണ് കേട്ടോ, മൈനിങ് ചെയ്യും. അതെ, എല്ലാ പണിയും എടുക്കും. ഒന്നും പറ്റില്ല, സേഫ്. ഓക്കെ. ഇവിടെ ഞാൻ പണിയെടുക്കുന്നേ. ഞാൻ ഇതിന്റെ അകത്ത് കുറച്ച് ഡയമണ്ട് ഒക്കെ കുഴിച്ച് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ പറ്റുന്ന സൗണ്ട്? ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം? ഒന്നുമില്ല, ഒന്നും പൊട്ടിയില്ല ഇവിടെ. ഒന്നും പൊട്ടിയൊന്നുമില്ല. എണീറ്റേണ്ടി ആയിരിക്കും. അതെ. ഇവിടെ ഞാൻ വന്നോ, താഴേക്ക് വന്നു. താൻ ഇങ്ങനെ ബേളം ഉണ്ടാക്കി എല്ലാവരും ഇറക്കിയല്ലേ പ്ലീസ്. ഓക്കെ, ഇങ്ങനെ പൊട്ടിക്കും, എന്നിട്ട് ഓടും. TNT എടുക്കണ്ടേ, കത്തിക്കണ്ടേ? അയ്യോ, അല്ല അങ്ങനെയല്ല. അതെ, വാടോ. ഇതൊക്കെ എന്റെ ഏരിയ. പിന്നെ സ്കൂള് കാണണ്ടേ? വേണം.
എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ഇല്ലെന്ന് ഇല്ല ഒന്നും നടക്കുന്നില്ല, തോന്നിയതായിരിക്കും. ആ, പിന്നില്ലേ ഈ നാട്ടിലെ ബാക്കി ആരെയും ഞങ്ങൾ കണ്ടില്ല, നിങ്ങളെ രണ്ടുപേരും മാത്രമേ ആ, കണ്ടുള്ളൂ. അവരൊരു ലോങ് വെക്കേഷന് പോയിരിക്കുക. അവരെത്തും. ഇതിനും വലിയ വെക്കേഷൻ എവിടെയുള്ള ഇതില്ലേ സ്വർഗം. ഇത് എന്റെ സ്വന്തം ടിപ്പറ, വെടിക്കണ്ട. ഇവിടെ പാർക്ക് ചെയ്തതായിരുന്നില്ലേ. കണ്ടാലും പറയും നിങ്ങളുടെ ഡിപ്പറാവും. ഡയമണ്ട് ഒന്നുമില്ല. അല്ല ഡയമണ്ട് ഡയമണ്ട് കാണുന്നു, ഞങ്ങളൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് ആദ്യമായിട്ട് കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ്. ഇത് കണ്ടിട്ടുണ്ട് ഈ സാധനം. ഇതായ ആ ഇരുമ്പല്ലേ. ഇനി വന്ന വാ ഇനി അടുത്ത സ്ഥലം കാണിച്ചു തരാം. ഇതാ നമ്മുടെ സ്കൂള്. ഇത് മതിലാട്ടോ. മതിൽ അതുവഴി അത് മണ്ടനാ വാ. ഇതാ നമ്മുടെ സ്കൂള്. ഏത് വഴിയാടാൻ കേറാം. എനിക്കിവിടെ പഠിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവാണ്. കണ്ടപ്പോഴേ തോന്നി. ഇതാ നമ്മുടെ ക്ലാസ് റൂം. ബുക്കൊക്കെ ഉണ്ടല്ലോ. ബ്രോ ഇവന്മാര് മണ്ടന്മാരാ, എൻജാനിങ് ടൈമിലാ ഇവിടെ പഠിക്കാനൊക്കെ യൂസ് അതെ. ഹായ്, സുഖല്ലേ? സുഖം. ഇയാളെ എനിക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ, അയാളെ മോന്താണ്ടിട്ട്. നിങ്ങളിങ്ങനെ റേസിസ്റ്റ് ആവല്ലേ? എന്ത് അതല്ല മോഹം. എന്റെ മുഖത്തിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, കണ്ടില്ലേ? എന്ത് നല്ല മുഖം. ഇവിടെ ക്യാൻറ്റീൻ. കടയല്ലേ, നിങ്ങൾ കടയല്ലേ പൊപ്പി ബ്രോ? തമാശ പറഞ്ഞല്ലേ. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ ആഹാരമൊക്കെ കഴിക്കാം. അയ്യോ ഫുഡില്ല. പൈസ കൊടുക്കണം. അല്ല എനിക്ക് നേരത്തെ മറ്റേ മാനേജർ സാർ കുറെ ക്യാരറ്റ് തന്നു. ചവിട്ടിയൊക്കെ ഇത് നോക്കി നാസി ബ്രോ, ചവിട്ടിയൊക്കെ ചവിട്ടി. ഇതാണ് ക്യാൻറ്റീൻ. അതെ. ഇത്രയൊക്കെ. പിന്നെ ഇവിടെ ഒരു വലിയ പാലമുണ്ട് അപ്പുറത്തെ നാട്ടിലോട്ട്. ഇതൊക്കെ എടുക്കണം. എന്താ ബ്രോ എന്തെടുക്കുന്ന കാര്യ പറഞ്ഞേ? അല്ല ഈ ചവിട്ടിയൊക്കെ നല്ല രസമുണ്ടെന്ന് പറഞ്ഞ. ചവിട്ട എന്താ അടിപൊളി. അതെടുത്ത നിങ്ങൾ ഇതെന്താ ഇത് മുട്ടയല്ലേ? അയ്യോ മുട്ടപ്പൊട്ടി. സോറി ബ്രോ, എന്തായിരുന്നു പുതിയതോ? എന്നിട്ടാണോ മാനേജർ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാനാ മാനേജർ. നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഇല്ല എന്റെ ബാങ്കിൽ നിന്ന് ഞങ്ങൾ കളക്കെടുത്ത് കാണിച്ചെന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടുന്ന് ഇങ്ങോട്ടാക്കി. താൻ ഫുള്ള് കുഴപ്പമാണല്ലേ? അയ്യോ സോറി അത് കയ്യിൽ അറിയാതെ ഇങ്ങനെ ആയിപ്പോയതാണ്. ഓ അത് കണ്ടില്ലായിരുന്നല്ലേ? ശരി. ഒന്നില്ല. ഈ മാനേജർ ഞങ്ങളെ ബോട്ട് ഇതാക്കാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഇങ്ങോട്ട് ലോണ് തരണം പറഞ്ഞ് ഇങ്ങോട്ട് ആവാഹിക്കുന്നു. അതൊരു മണ്ടന പേടിയൻ. ഞങ്ങളുടെ ബോട്ടൊന്ന് കെട്ടിയിടിച്ച് വരാം ഞങ്ങള്. ഗ്രൂപ്പിൽ കൂടെ ഞങ്ങളൊന്ന് ഹാർബറിലോട്ടൊന്ന് ആക്കാവോ? നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല രീതിയിലാണ്. എന്താണ് ഇത് ഇങ്ങനെ പോയെന്ന് ഞങ്ങള് പോവാ. ഞങ്ങൾ ഇങ്ങനെ സസ്പീഷ്യസ് ആയിട്ട് കണ്ടാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് നിൽക്കാൻ പറ്റും? താക്കോല് 2 പൊക്കണം. ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ലേ? നടന്ന് കാര്യം
അത് നമ്മളെ ഈ കണ്ടെയ്നറിലൊക്കെ വണ്ടി ഇരിപ്പുണ്ട്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒന്നും കറണ്ട് ഇല്ലല്ലോ, ഇവിടെ ലൈറ്റ് ഇല്ലേ? ലൈറ്റ് ഒക്കെ തന്നെ കാണുന്നില്ലേ? ലൈറ്റ് ലൈറ്റിംഗ് ഒക്കെ വലിച്ചിട്ടുണ്ട്. പോർട്ടില് അത് കറണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കറണ്ട് ഒക്കെ കാണുന്നത്. അതെ. ഇതിനു മുമ്പ് അങ്ങനെ നിങ്ങളെ കാട്ടിലായിരുന്നു മുമ്പ്? കാട്ടിലല്ലായിരുന്നു, ഒരു ദ്വീപിലായിരുന്നു. പിന്നെ ഗ്രൂപ്പി ബ്രോ, ഈ കപ്പലൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. അതെ. അത് കപ്പലിന്റെ ഇതാരതാ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ കപ്പലല്ലേ? അല്ല. ഓ, അപ്പൊ ഞങ്ങൾക്കും അറിയില്ലല്ലോ. ഞങ്ങൾ വരുമ്പോഴേ ഇതിവിടെ ഉണ്ട് അല്ലേ? ഇപ്പോ ഇല്ലേ കൊക്കി? അതെ അതെ. എന്തുകൊണ്ട് നിങ്ങളുടെ ശബ്ദം പതറുന്നുണ്ട് കേട്ടോ? പതർന്നല്ല, അത് പതർന്നല്ല, ഞങ്ങൾക്ക് പനിയായിരുന്നു. അത് പനി പിടിച്ചു ഞങ്ങൾക്ക്. അതെ, കുറച്ച് ദിവസം ഞങ്ങൾ ഈ ചെറിയ ബോട്ടിൽ വന്നോണ്ടേ ഞങ്ങൾ എത്ര ദിവസം അറിയും കടലിൽ പെട്ടുപോയത്. അയ്യോ അയ്യോ, സോറി. തീയോ? ഞങ്ങളത് കല്ലരച്ചിട്ടാ തീയാക്കില്ല, അതറിയോ? ഇവിടെ വേറെ മെക്കാനിക്സും ഒക്കെ. അപ്പം ശരിയപ്പം ഞങ്ങൾ മെല്ലെ വന്നോളാം, ഞങ്ങളൊന്ന് നടന്നിട്ട് മെല്ലെ വന്നോളാം. കൂടുതൽ രാത്രി ഇവിടെ നടക്കുന്നത് സേഫ് അല്ല, ഞാൻ പറയുന്നില്ല. ശരിയപ്പോ ഓക്കെ, ടാറ്റ. ഓക്കെ, ബൈ ബൈ. അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് അല്ലേ? നമ്മ കപ്പലിലോട്ട് പോവാല്ലേ?